ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. 2029 ഒറ്റ തെരഞ്ഞെടുപ്പിന് ശുപാർശ ചെയ്യുന്നതാണ് റിപ്പോർട്ടെന്നാണ് സൂചന. ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ചെലവ് കുറയ്ക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. റിസർച്ച് ഡെസ്കിൽ നിന്ന് അഖിലശ്രീ നമുക്കൊപ്പം ചേരുന്നു. തത്സമയം അഖിലശ്രീ, ശുപാർശകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചോ? എന്തൊക്കെയാണ്? സുജയ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം യാഥാർത്ഥ്യമാവുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ഇന്ത്യ. വിഷയം പഠിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി ഇന്ന് പഠന റിപ്പോർട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സമർപ്പിക്കും. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഇങ്ങനെയൊരു സമിതിയെ നിയമിച്ചത്. രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ, അധീർ രഞ്ജൻ ചൗധരി, ഗുലാം നബി ആസാദ് തുടങ്ങിയവരായിരുന്നു അംഗങ്ങളായി ഉണ്ടായിരുന്നത്. ഒന്നിച്ച് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലെ സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് 15ാം ധനകാര്യ ചെയർപേഴ്സൺ NK സിംഗിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ അവലോകനവും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. 8 വോളിയങ്ങളിലായി 18,000 പേജുകളടങ്ങിയ റിപ്പോർട്ടാണ് ഇന്ന് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടിയിരുന്നു. മുൻ ചീഫ് ജസ്റ്റിസുമാർ, നിയമവിദഗ്ധർ തുടങ്ങിയവരിൽ നിന്നും അഭിപ്രായം തേടിയിരുന്നു. 20,972 പ്രതികരണങ്ങളാണ് ഇതിന് ലഭിച്ചതെന്നും ഇതിൽ 81% പേരും ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആശയത്തോട് അനുകൂലിക്കുന്നു എന്നുമാണ് വിവരം. ഈ അനുകൂലിക്കുന്നവരുടെ പ്രധാന വാദം ഇത് ചെലവ് കുറയ്ക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വോട്ടർമാരുടെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ വോട്ടർമാരുടെ എണ്ണം കൂട്ടാമെന്നും പറയുന്നു. പക്ഷേ ഇതിലൊരു അവ്യക്തത തുടരുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിശ്വാസ പ്രമേയമൊക്കെ നേരിട്ട് സർക്കാർ വീഴുകയാണെങ്കിൽ തുടർ നടപടികൾ എങ്ങനെയാകും എന്ന ഒരു ആശങ്കയും ഇതിനോടൊപ്പം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആശയം നടപ്പിലായാൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ ഒരു തരത്തിൽ നടക്കുന്ന അവസാന തെരഞ്ഞെടുപ്പ്. 2029 തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ നടത്തണമെന്നും ഈ സമിതി ശുപാർശ ചെയ്യുന്നു. സുജയ. ഓക്കെ അഖിലശ്രീ, റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് അഖിലശ്രീ പങ്കുവച്ചത്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയെയാണ് ഇക്കാര്യത്തിൽ അഭിപ്രായ സ്വരൂപീകരണത്തിന് ശേഷമുള്ള നിർദ്ദേശങ്ങൾ അടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിച്ചത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഇനി തീരുമാനം എന്തെന്നുള്ളത് അറിയാനാണ് രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നതിലേക്ക് ഇന്ത്യയും നീങ്ങുകയാണ്.